ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമൃതം പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ അമൃതം പൊടി നമുക്ക് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടികളിൽ നിന്നും കിട്ടുന്ന ഒരു പൂരക പോഷകാഹാരമാണ്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. ഇനി അമൃതം പൊടി ഇല്ലാത്തവർ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇത് നമുക്കൊരു 2-3 തവണ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു അരിപ്പയിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും പിന്നെ ഞാനൊരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 3 തുള്ളി വാനില എസൻസും കൂടെ വേണം. പിന്നെ ഇതിലോട്ട് 3 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് 1 കപ്പ് പാലെടുത്താലും മതി. ഇനി നമുക്ക് ഈ അമൃതം പൊടിയിലോട്ട് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനൊരു 3 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി വെക്കാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തത്. അതിലൊരു ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ തൂത്ത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച അമൃതം പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വശത്തോട്ട് മാത്രം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ട് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇട്ടെടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റ് ഇടുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാരറ്റും ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3/4 മണിക്കൂർ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ അമൃതം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.